കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായി അല്ല ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത് എന്ന് പറഞ്ഞ് അറബിക്കടലിന്റെ ഓരങ്ങളിൽ വെച്ച് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയന്റെ പ്രശസ്തമായ ഒരു പ്രസംഗമുണ്ട്. എന്താണ്? ഈ അറബിക്കടലിന്റെ തിരമാലകളെ നോക്കി പറയുന്നു, ഈ തിരമാലകൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ തിരമാലകൾക്ക് മാത്രമാണ് ശക്തിയുള്ളൂ, ബക്കറ്റിലെ വെള്ളത്തിന് ശക്തിയില്ല എന്ന് പറഞ്ഞ സഖാവ് പിണറായി വിജയനും പാർട്ടിയും അറബിക്കടലിൽ നിന്ന് ക്ലിഫ് ഹൗസിലെ ബക്കറ്റിലേക്ക് തരം താന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്താ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നേ? ഇനി കേരളത്തിൽ ഏതെങ്കിലും മേഖലയിൽ വില കൂടാനുണ്ടോ? ഇപ്പൊ വില വർധനവിനെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ വിചാരണ സദസ്സിലിരിക്കുന്നത് സ്ത്രീകളാണ്. നിങ്ങൾക്കറിയാം. കാരണം എന്താ? നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നിങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ആ ഉപയോഗിക്കുന്നതിനെല്ലാം വില കൂടി. നിങ്ങൾ ആദ്യം എഴുന്നേൽക്കുമ്പോൾ സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും, കറണ്ട് ചാർജ് കൂട്ടി. ടാപ്പ് ഓൺ ആക്കിയാൽ വെള്ളം വരും, വെള്ളക്കരം ഉയർത്തി. അടുക്കളയിൽ ചെല്ലുമ്പോൾ കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു. കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചു. നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ വീട്ടുകരം ഉയർത്തി. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ സ്ഥലക്കരം ഉയർത്തി. നിങ്ങൾ പുറത്തിട്ടിറങ്ങുന്ന ബൈക്കിന്റെ നികുതി കൂട്ടി. ആ ബൈക്കിലൊഴിക്കുന്ന പെട്രോളിന്റെ നികുതി കൂട്ടി. ആ ബൈക്കുമായി ടോൾ പ്ലാസയിൽ ചെന്നാൽ ടോൾ നിരക്ക് കൂട്ടി. ഇങ്ങനെ സമൂലമായ വിലവർധനവാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. 2021 സഖാവ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോ ദേശാഭിമാനി പത്രത്തിന്റെ തലക്കെട്ട് ഇനി കേരളത്തിൽ വിലവർധനവില്ല എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഈ ചാനൽ ചർച്ചയിലൊക്കെ പോകാൻ വേണ്ടി അതിന്റെ ഒരു പഠനത്തിന്റെ ഭാഗമായി എടുത്തു നോക്കിയപ്പോ ആ ദേശാഭിമാനി പത്രത്തിന് 2 രൂപ 10 പൈസ കൂടി. ഇനി കേരളത്തിൽ പിന്നെ എന്തിനാണ് ഇനി വില വർദ്ധിക്കാനുള്ളത്? ആകെ കേരളത്തിൽ വില കുറഞ്ഞ ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ്. മറ്റെല്ലാ കാര്യങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഇപ്പൊ നമ്മളോട് മുഖ്യമന്ത്രി പറയുന്നത് എന്താ? നിങ്ങൾ മുണ്ട് മുറുക്കി ഉടുക്കണം. കാരണം എന്താ? സാധാരണക്കാരന് ഇവിടെ പെൻഷൻ മുടങ്ങിയിട്ട് കാലം എത്രയായി? ഉച്ചഭക്ഷണത്തിന് കൊടുക്കാൻ കാശില്ല, ശമ്പളം കൊടുക്കാൻ കാശില്ല. ഞങ്ങൾ കഴിഞ്ഞയാഴ്ച ഡൽഹി കേരള ഹൗസിൽ ചെന്ന് കേരള ഹൗസിലെ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. ചായ കുടിക്കാൻ ചെന്നപ്പോ അവരോടൊരു ചായ ചോദിച്ചപ്പോ കട്ടൻ ചായ കൊണ്ടു തന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താണ് ഈ കട്ടൻ ചായ? പാൽ ചായ തരാൻ പാടില്ലേ? അത് സാർ, പാലിന്റെ കാശ് കൊടുക്കാനില്ലാത്തത് കാരണം പാല് സപ്ലൈ ചെയ്യുന്ന ആൾ ഇപ്പൊ കേരള ഹൗസിലിട്ട് പാല് തരുന്നില്ല. ആ കേരള ഹൗസിൽ KV തോമസിനെ പ്രൈവറ്റ് സെക്രട്ടറിയെ വെച്ച ഇനത്തിൽ 50,000 രൂപ മാസം മുടക്കാൻ പോവുകയാണ്. ആരുടെ കാശാണ്? എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ ധൂർത്തും ആഡംബരവും. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിന്റെ ക്ലിഫ് ഹൗസിനുള്ളിൽ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് 15 കോടി രൂപയാണ് മുഖ്യമന്ത്രിക്ക് ആഡംബര ജീവിതത്തിന് വേണ്ടി മുടക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ക്ഷീരകർഷകരുണ്ടാകും, നിങ്ങളുടെയൊക്കെ വീട്ടിൽ പശുക്കളുണ്ടാകും. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കേരളം കണി കണ്ടുണരുന്ന മിൽമ പാല് പോരാഞ്ഞിട്ട് 2 പശുക്കളെ മേടിക്കാൻ തീരുമാനിച്ചു. ഓരോ പശുവിന് 1 ലക്ഷം വെച്ച് 2 പശുവിന് 2 ലക്ഷം രൂപ. ആ പശുവിന് ഒരു പശുത്തൊഴുത്ത് പണിയണം. ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പോ പശുത്തൊഴുത്ത് കാണും. 50,000 രൂപയ്ക്ക് പണിയാം, 60,000 രൂപയ്ക്ക് പണിയാം, പോട്ടെ 1 ലക്ഷം രൂപയ്ക്ക് പശുത്തൊഴുത്ത് പണിയാം. ആ പശുത്തൊഴുത്ത് പോരാഞ്ഞിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്ത് പണിയാൻ 42 ലക്ഷം രൂപ മുടക്കുന്നു. ആരുടെ പൈസ? എന്റെയും നിങ്ങളുടെയും പൈസ. അത് മാത്രമാണോ? ആ പശുത്തൊഴുത്ത് പോരാഞ്ഞിട്ട് ഇപ്പൊ ചാണകക്കുഴി ഉണ്ടാക്കാൻ 4 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ചിരിക്കുക. ആരുടെ പൈസയാ? എന്റെയും നിങ്ങളുടെയും പൈസ. ഈ ധൂർത്തിനെതിരെയാണ് കേരളത്തിൽ നമ്മൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് 90 വയസ്സായ സഖാവ് അച്യുതാനന്ദൻ ക്ലിഫ് ഹൗസിൽ താമസിച്ചപ്പോ അദ്ദേഹത്തിന് ലിഫ്റ്റ് വേണ്ടായിരുന്നു. പക്ഷേ സഖാവ് പിണറായി വിജയന് മുട്ടുവേദന വന്നതുകൊണ്ട് ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് പിടിപ്പിക്കാൻ 25 ലക്ഷം രൂപ. ക്ലിഫ് ഹൗസിൽ പണ്ട് നമ്മുടെ നേതാവായിരുന്ന, കേരളത്തിന്റെ ജനകീയനായിരുന്ന, കേരളത്തിന്റെ വികസന പുരുഷൻ ലീഡർ ശ്രീ K. കരുണാകരൻ, അദ്ദേഹം ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് വന്നപ്പോ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഒരു സ്വിമ്മിംഗ് പൂൾ പണിതു. അപ്പൊ അന്ന് സ്വിമ്മിംഗ് പൂളിനെതിരെ ശബ്ദിച്ച പ്രധാനി എന്ന് പറയുന്നത്
സഖാവ് EK നായനാരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കരുണാകര ഭരണമെന്ന് മാറട്ടെ, താങ്കൾ കുളിച്ച ഈ കുളത്തിൽ പട്ടിയെ ഇറക്കി കുളിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോ മുഖ്യമന്ത്രിയും കുടുംബം കുളിച്ചോണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു സഖാവ് EK നായനാർ. അതുമാത്രമാണോ, മുഖ്യമന്ത്രിക്ക് വണ്ടി മേടിക്കണം. ശരി, മുഖ്യമന്ത്രിക്ക് ഒരു വണ്ടി മേടിക്കുന്നതിന് ഒരു തെറ്റില്ല. അദ്ദേഹത്തിന് ഇന്നോവ കാർ മേടിക്കണം, മേടിക്കട്ടെ. ഒരെണ്ണം പോരാ, 3 എണ്ണം. എന്തിനാണ്? ഒരെണ്ണം മുഖ്യമന്ത്രിക്ക്, 2 എണ്ണം കോട്ടിട്ട മുഖ്യമന്ത്രിയുടെ ഗുണ്ടകൾ യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിക്കാൻ. ചില ഗൺമാന്മാരും ചില കോട്ടിട്ട ചില മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും സഞ്ചരിക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങൾ മുടക്കുന്ന നികുതി പണത്തിൽ നിന്ന് 3 കാറുകൾ മേടിക്കാൻ തീരുമാനിച്ചു. ശരി, 1 കോടി രൂപ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന്. ആ കാറുകൾ മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു 2 മാസം കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ സഹമന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ കിയ എന്ന് പറയുന്ന കാർ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം കിയ കാർണിവൽ കാറുമായി ക്ലിഫ് ഹൗസിൽ ചെന്നു. ക്ലിഫ് ഹൗസിൽ ചെന്നിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, CMA, ഈ കാറിൽ നിങ്ങളൊന്ന് ഇരുന്ന് നോക്കണം. നല്ല പതുപതുത്ത സീറ്റാണ്, നല്ല കുളിർമയുള്ള കാറ്റാണ്. അതുകൊണ്ട് ഈ ഇന്നോവ മാറ്റി നമുക്ക് ഈ കിയ കാർ മേടിക്കാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഒരു റൗണ്ട് ക്ലിഫ് ഹൗസിന് ചുറ്റുമൊന്ന് ഓടിച്ചു നോക്കിയപ്പോ കൊള്ളാം. ഇന്നോവ മേടിക്കാൻ 1 കോടി രൂപ മുടക്കിയതിന്റെ 3-ാം മാസം ഈ കിയ കാർ മേടിക്കാൻ വീണ്ടും മുടക്കുന്നു 1.5 കോടി രൂപ എന്ന് പറയുമ്പോ ആരുടെ കാശ? എന്റെയും നിങ്ങളുടെയും നികുതി പണം. അപ്പൊ അതൊന്നും പോരാഞ്ഞിട്ട് ഹെലികോപ്റ്റർ മേടിക്കാൻ പോവാ. കേരളത്തിന്റെ ഏറ്റവും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നതാണ്.
മുഖ്യമന്ത്രിയുടെ ആഡംബരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനമായി അദ്ദേഹം ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഇന്നോവ കാറിൽ പോരാഞ്ഞിട്ട്, ഈ കാർണിവൽ കാർ പോരാഞ്ഞിട്ട്, ഈ കരിങ്കൊടികൾ ഇനിയൊന്നും കാണാതിരിക്കുവാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ 80 ലക്ഷം രൂപയാണ് മാസം മാസം എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് മുടക്കാൻ പോകുന്നത്. ഇതിനെതിരെ മുടക്കി കഴിഞ്ഞു. 80 ലക്ഷം രൂപ മാസം മാസം മുടക്കി 10 കോടിയോളം രൂപ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് മുടക്കിയിരിക്കുകയാണ്. അതും പോരാഞ്ഞിട്ടാണ് ഇപ്പൊ 1.5 കോടി രൂപ മുടക്കി മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടി ഒരു ബസ് മേടിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൂടി ആ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ ആ മ്യൂസിയം സന്ദർശിക്കാനുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയധികം ജനവിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാർ, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ MLA നേരത്തെ സൂചിപ്പിച്ചു, സാധാരണ ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിലില്ലാത്ത അവസ്ഥ. കേന്ദ്രം ഭരിക്കുന്ന മോഡി ചരിത്രത്തിൽ ഏറ്റവും കൂടുതലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സ്വാതന്ത്ര്യത്തിന് മുൻപോ സ്വാതന്ത്ര്യത്തിന് ശേഷമോ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രമെടുത്താൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഈ BJP ഭരിക്കുന്ന ഈ സർക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ എന്താ അവസ്ഥ? പിൻവാതിൽ നിയമനങ്ങൾ. ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇവിടെ എത്രയോ പിൻവാതിൽ നിയമനങ്ങൾ നടത്തി. അതും മാത്രമല്ല, ഒരു 2 കൊല്ലക്കാലം മുമ്പാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ ഒരു കത്തിക്കുത്തുണ്ടായി. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ആ കത്തിക്കുത്ത് കേസിലെ 1-ാം പ്രതിയുടെ പേര് ശിവരഞ്ജിത്ത്, 2-ാം പ്രതിയുടെ പേര് നിസാം. നിങ്ങൾക്കറിയുമോ, ആ കത്തിക്കുത്ത് കേസ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന പോലീസ് PSC റാങ്ക് ലിസ്റ്റിൽ 1-ാം റാങ്കുകാരന്റെ പേര് ഇതേ ശിവരഞ്ജിത്ത്, 2-ാം റാങ്കുകാരന്റെ പേര് ഇതേ നിസാം. ഈ കത്തിക്കുത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്തപ്പോ ഈ PSC ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ എടുത്ത് ചോദിച്ചപ്പോ ഓരോറ്റ എണ്ണത്തിന് പോലും ഉത്തരം പറയാൻ ഈ സഖാക്കന്മാർക്ക് സാധിച്ചില്ല. അവര് മാത്രമാണോ? ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള പഴയ ഒരു യുവജനക്ഷേമ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. ഇപ്പൊ പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ നാട്ടിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതിനൊക്കെ പകരം ചോദിക്കാതെ പോകുമോ പതിതരെ, നിങ്ങൾ തൻ പാരമ്പര്യമേകുന്നവർ എന്ന് പാടിക്കൊണ്ടവർ പറഞ്ഞു, ഞങ്ങൾ ജന്മികുടിയാൻ വ്യവസ്ഥക്കെതിരാണ്, ഞങ്ങൾ സാമ്രാജ്യത്വത്തിനെതിരാണ്, ഞങ്ങളുടെ പിന്മുറക്കാരൊന്ന് വന്നോട്ടെ, ആ പിന്മുറക്കാർ വരുമ്പോൾ ഇതിന് പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന് പറഞ്ഞ കവിത പാടിക്കൊണ്ട് പ്രചരണം നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് അവരുടെ പിന്മുറക്കാരിയായ യുവജനക്ഷേമ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഒരു PhD ബിരുദത്തിന് വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച തീസിസിൽ പറയുന്നത് ചങ്ങമ്പുഴയുടെ വാഴക്കുലയ്ക്ക് പകരം വൈലോപ്പിള്ളിയുടെ വാഴക്കുല. വൈലോപ്പിള്ളി എന്ന് പറഞ്ഞത് പോട്ടെ, വൈലോപ്പള്ളി തെറ്റിച്ച് വെയിലോപ്പള്ളി എന്ന് എഴുതി വെച്ചു, അതിനും കിട്ടി ഡോക്ടറേറ്റ്. ഇതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ ഓരോ ചെറുപ്പക്കാർ 1-ാം വർഷത്തെ പരീക്ഷ എഴുതി 2-ാം വർഷവും കഴിഞ്ഞ് 3-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോ 1-ാം വർഷത്തെ പരീക്ഷയുടെ റിസൾട്ട് കാത്തു നിൽക്കുകയാണ്. അന്നേരമാണ് ഇവിടെ കുറെ ആളുകൾ, ഈ വ്യാജ PhD-കാരനും ഈ വ്യാജന്മാർ കുറെ പേർ ഈ CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോ മഹാരാജാസ് കോളേജിൽ ഒരു വിഷയമുണ്ടായി. അവിടെ അധ്യാപിക വേക്കൻസിയുമായി ബന്ധപ്പെട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. SFIയുടെ നേതാവായിരുന്നു. ഈ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് കഴിഞ്ഞപ്പോ ഇവർ അങ്ങനെ ഒരു വിഷയത്തിൽ പഠിപ്പിച്ചിട്ടേ ഇല്ല, ഇവർ പാസ്സായിട്ടുമില്ല. ഇങ്ങനെ ജനവിരുദ്ധമായ നടപടികളിലേക്ക് CPM പോകുമ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇതുപോലെ പ്രതിഷേധ സദസ്സുകളുമായി വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നവകേരള സദസ്സിനെതിരെ എന്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സമരം ചെയ്തു? ഇവിടെ കുറെ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്ക്, ഇവിടെ ഷംസുദ്ദീൻ MLA ഇവിടെ പറഞ്ഞു, ഇവിടെ എങ്ങനെയാ ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നേ? ഒരു മനുഷ്യൻ രാവിലെ 6 മണിക്ക് കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് എഴുന്നേറ്റ് നിന്ന്
ഈ നാട്ടിൽ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ വിഷമം കേട്ട്, അവരുടെ പരാതി കേട്ട് ആയിരക്കണക്കിന് കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് പിറ്റേന്നാൾ രാവിലെ 6 മണി വരെ ആ നിൽപ്പ് തുടർന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ വരെ വലിയ രീതിയിലുള്ള പ്രചോദനത്തിന് പാത്രമായ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിക്ക് ബദലായി നവകേരള സദസ്സ് നടത്തി. പ്രിയപ്പെട്ടവരെ, നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, തീർക്കുവാണ്, കാരണം ബഹുമാനപ്പെട്ട കൊല്ലത്തിന്റെ MP അദ്ദേഹം സംസാരിക്കാറുണ്ട്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തി, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വ്യക്തി അദ്ദേഹം ഒരു പരാതി കൊടുത്തു. ആ പരാതി എന്താണ്? ഒരു ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം ഒരു പരാതി കൊടുക്കാൻ നവകേരള സദസ്സിലേക്ക് കയറി ചെന്നു. അപ്പൊ നവകേരള സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സഖാവ് തന്നെയാണ്. ഈ സഖാവ് നവകേരള സദസ്സിലായിട്ട് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷകളാണ്. അദ്ദേഹം ഒരു 12,000 രൂപ മുടക്കാൻ തന്നെ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത്, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ഹാർദവമായി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലോൺ, ആ ലോണിന്റെ പലിശ കിഴിവ് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു സഖാവ് പരാതി കൊടുക്കാൻ ചെന്നു. പരാതി പരിഹരിക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ 100 മീറ്റർ താഴെയുള്ള ഉദ്യോഗസ്ഥൻ മറുപടിയും കൊടുത്തു. മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് രസം. നവകേരള സദസ്സ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് ഒരു കത്ത് വരികയാണ്. എന്താ കത്ത്? ബഹുമാനപ്പെട്ട ഇന്ന വ്യക്തി, നവകേരള സദസ്സുമായി നിങ്ങൾ തന്ന പരാതി ലഭിച്ചു. ആ പരാതിയിലെ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു. ആ പരിശോധനയിൽ ഏറ്റവും കാര്യമായ കിഴിവ് തരാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, വലിയ കിഴിവുണ്ടാവും. എത്രയായിരുന്നു ലോൺ മേടിച്ച തുക? 3,97,432 രൂപ. എത്രയാ കിഴിവ് കൊടുത്തത്? 515 രൂപ. ഇതാണ് നവകേരള സദസ്സും ജനസമ്പർക്ക പരിപാടിയും തമ്മിലുള്ള വ്യത്യാസം. ജനസമ്പർക്ക പരിപാടിയിൽ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ എത്രയോ ആളുകൾ നിങ്ങളുടെ ദുരിതങ്ങൾ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, നിങ്ങളുടെ ചികിത്സാ സഹായങ്ങൾ ചോദിച്ചപ്പോ ആയിരക്കണക്കിന് കോടി രൂപ ചികിത്സാ ധനസഹായ പദ്ധതിയിൽ നിന്നും കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ നിന്നും കൊടുത്ത UDF സർക്കാർ, ആ സർക്കാരിന് ബദലായിട്ട് നടത്തുന്ന ഈ യാത്ര, പിന്നെ ഈ യാത്രക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കണ്ടേ? അപ്പൊ നമ്മൾ ആദ്യം പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത് ഇതുപോലെ വിചാരണ സദസ്സിലൂടെയാണ്. പക്ഷേ പഴയങ്ങാടിയിൽ വന്നപ്പോ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അനാവശ്യമായി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിക്കാൻ തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കരിങ്കൊടി കാണിച്ചവരെ ഇവർ നേരിട്ട രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് പൂച്ചട്ടി വെച്ച് തലക്കടിച്ച് വാക്കി ടോക്കി വെച്ച് നെഞ്ചത്തടിച്ച് പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി മർദ്ദിച്ച് വനിതാ സഹപ്രവർത്തകരെ പോലും മർദ്ദിച്ച ഈ ഡിവൈഎഫ്ഐയുടെ കാബാലിക സംഘം, ഈ സംഘത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് മുഖ്യമന്ത്രി പറയുകയാണ്, ഇത് ജീവൻ രക്ഷാ പ്രവർത്തനം, ഇത് കേരളമാകെ തുടരണം. ആലോചിക്കണം, ആ ജീവൻ രക്ഷാ പ്രവർത്തനം കേരളത്തിൽ തുടർന്ന് ആലപ്പുഴ വന്നപ്പോ 2 ചെറുപ്പക്കാർ കരിങ്കൊടി കാണിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയപ്പോ ഈ ചെറുപ്പക്കാരെ ആക്രമിക്കാൻ ഇറങ്ങി വന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും. കായംകുളത്ത് വന്നപ്പോ ഒന്ന് ആലോചിക്കണം, മനുഷ്യത്വം പറ്റാത്ത ഈ കേരളത്തിലെ ജനത കണ്ടതാണ്. മുട്ടിന് താഴേട്ട് ശേഷിയില്ലാത്ത, മുട്ടിന് താഴേട്ട് വളർച്ചയില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ അജിമോൻ, ആ അജിമോൻ ഒറ്റയ്ക്ക് നിന്ന് ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധം കഴിഞ്ഞ് അജിമോനെ പോലീസുകാർ ചേർന്ന് മാറ്റി നിർത്തുമ്പോ ഈ ഡിവൈഎഫ്ഐക്കാരൻ പുറകിലൂടെ ചവിട്ടുകയാണ്. ഈ കൊല്ലത്തിന്റെ മണ്ണിൽ വന്നപ്പോ പവിജയ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലീസ് കൈകാര്യം ചെയ്ത രീതി നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആദ്യം പ്രാസംഗികൻ സൂചിപ്പിച്ചു, നമ്മുടെ നേതാവ് മഹാത്മാഗാന്ധി തന്നെയാണ്, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തന്നെയാണ്. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണിത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഇവിടെ അഹിംസാ മാർഗത്തിലൂടെ സമരം ചെയ്ത മഹാത്മാഗാന്ധിയുടെ പാർട്ടി തന്നെയാണ്. പക്ഷേ
ആ മഹാത്മാഗാന്ധി നിർത്തിയ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് AICCയുടെ പ്രസിഡന്റായ സുഭാഷ് ചന്ദ്രബോസിന്റെ പാർട്ടി കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തത്. അങ്ങനെയാണ് കൊല്ലത്ത് വന്നപ്പോ പ്രതിരോധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചില പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ഇവിടെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ശ്രീ രാഹുൽ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ നടത്തിയ പ്രതിരോധങ്ങൾ, ആ പ്രതിരോധങ്ങളെ കേരളം ഒന്നാകെ അംഗീകരിച്ചു എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രതിരോധം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഗത്യന്തരമില്ലാതെയാണ്, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സർവാംന പിന്തുണ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ മണ്ണിൽ കലോത്സവം നടക്കുകയാണ്. ഈ അല്പന്മാരായ ഇടതുപക്ഷക്കാരെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. ആ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കേണ്ട ശ്രീ NK പ്രേമചന്ദ്രൻ MP ഇവിടെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാ? അല്പനായിട്ടുള്ള, ഇപ്പൊ നിങ്ങള് വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മികവിനെ കുറിച്ചൊന്നും ഞാനിവിടെ അധികം പറയുന്നില്ല. കാരണം അദ്ദേഹം 5 സ്റ്റാർ ഹോട്ടലാണ് എന്ന് കരുതിയാണ് പല സ്കൂളുകളിലും കയറി ചെല്ലുന്നത് എന്നാണ് പറഞ്ഞത്. ഇന്നലെയാണ് ഈ തൃശ്ശൂര് ഒരു സ്കൂളിന്റെ മതില് ഒടിഞ്ഞു വീഴുന്നതും അതുപോലെ തന്നെ ഓട് ഇളകി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടത്. വയനാട്ടിൽ ഒരു ബെഞ്ചിൽ നിന്ന് പാമ്പ് ഇറങ്ങി വന്ന് കുട്ടിയെ കടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. 5 സ്റ്റാർ ഹോട്ടലായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഷയിൽ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാന്യതയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കൊല്ലം ജില്ലയിലെ CPM-ന്റെ മന്ത്രി ഉൾപ്പെടെ CPM-ന്റെ MLA-മാരുൾപ്പെടെ നിങ്ങൾ ഒരു സമാപന ചടങ്ങിന് വിളിക്കാതിരുന്നത് കൊണ്ട് തീർന്നു പോകുന്നതാണ് UDF എന്ന് കരുതിയെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ കലോത്സവ വേദിയിൽ അവിടെ വന്ന സർവാളുകളെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന 10,000-കണക്കിന് ആളുകൾക്കും ഉച്ചയ്ക്കും വൈകിട്ടുമായി സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത പ്രിയപ്പെട്ട നമ്മുടെ ശ്രീ PC വിശ്വനാഥ് MLA ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇവിടെ 2024 ഏപ്രിൽ മാസം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ഒരു സദസ്സ് നടത്തുമ്പോൾ 2024 ഏപ്രിൽ മാസത്തിന്റെ ആ പൊൻപുലരിയിൽ ഈ കേരളത്തിൽ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ ഈ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഭൂരിപക്ഷത്തിൽ ശ്രീ NK പ്രേമചന്ദ്രൻ ജയിച്ചു വരണം എന്നതും മാത്രമല്ല, അങ്ങ് ഡൽഹിയിൽ ഭരണസിരാ കേന്ദ്രത്തിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, ആ സർക്കാർ വരുന്നത് വരെ സന്ധിയില്ല പോരാട്ടമായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നുകൂടിയ എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.